الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കളനുസരിച്ച് അങ്ങേയറ്റം തെക്കുകളോട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശുദ്ധ ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒട്ടനവധി ചിന്തകളും ചരിത്ര സ്മരണകളും നമുക്ക് കാണാൻ സാധിക്കും. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഏതാനും കുത്തുബകളിലൂടെ പരാമർശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആശങ്ക നമ്മുടെ പുതുതലമുറയെ സംബന്ധിച്ചാണ്. ന്യൂജൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള പുതുതലമുറയെക്കുറിച്ചുള്ള ആശങ്കകൾ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. അവർ വഴിതെറ്റിപ്പോകുമോ എന്ന ഭയവും അതോടൊപ്പം അതിലുള്ള സാഹചര്യങ്ങളും സാധ്യതകളും നിലനിൽക്കുന്നതായി നമുക്ക് കാണാനും ബോധ്യപ്പെടാനും സാധിക്കുകയും ചെയ്യുന്നു. നാളെയുടെ നമ്മുടെ പ്രതീക്ഷകൾ അത് നമുക്ക് നഷ്ടപ്പെടുന്നതിലൂടെ ഒരു സമൂഹത്തിനുണ്ടാകുന്ന തീരാ നഷ്ടത്തെക്കുറിച്ചുള്ള വ്യാകുലതകൾ നമ്മെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായി അറിയാൻ സാധിക്കും. ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൂടെ ഒരു എത്തിനോട്ടം നടത്തുകയാണ്. വരാനിരിക്കുന്ന തലമുറയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ അഭിലാഷം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എന്തായിരുന്നു, അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു, നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ എന്തൊക്കെയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സൂറകളിൽ വിവിധ ആയത്തുകളിൽ ഈ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. പ്രായമേർച്ചതും ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹം ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ആഗ്രഹമാണ്. തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു പിൻതലമുറയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസം അത് അനുഭവത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അത്തരം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആദ്യമായി നിർവഹിച്ചത് ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു. ആ കാര്യം അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ,
അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ വാക്ക്, ആ വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ നാഥ എന്ന് വിളിച്ചുകൊണ്ട്, ആ നാഥനിൽ എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് എനിക്ക് സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യണമേ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാം? ഇവിടെ ആദ്യമായി കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഒരു പിൻതലമുറയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒന്നാമത്തെ ആഗ്രഹവും തേട്ടവും അതായിരിക്കണം. ഒരു കുഞ്ഞുണ്ടാവണം എന്നത് മാത്രമല്ല, ആ കുഞ്ഞ് സ്വാലിഹായിത്തീരണം, സദ്വൃദ്ധനായിരിക്കണം, സച്ചരിതനായിരിക്കണം. ആ ഒരു പ്രാർത്ഥനയാണ് സക്കരിയ അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന. സൂറത്ത് ആലി ഇമ്രാനിൽ 38-ാമത്തെ വചനത്തിൽ അള്ളാഹു എടുത്ത് ഉദ്ധരിക്കുന്നു. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബഹ ഇന്നക സമീഉദ് ദുആ. സക്കരിയ അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹവും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആ കുഞ്ഞിക്കാല് കാണാനുള്ള ആ ഓമനത്വം തിളങ്ങുന്ന മുഖം പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നാഥ, എനിക്ക് നീ നൽകണം എന്നാവശ്യപ്പെടുന്നത് ദുർരിയ്യതൻ ത്വയ്യിബ, വളരെ ഉത്തമമായിരിക്കുന്ന ഒരു സന്താനത്തെ, ഒരു നല്ല കുട്ടിയെ എനിക്ക് പ്രദാനം ചെയ്യണമേ. നീ കേൾക്കുന്നവനും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനുമാണല്ലോ എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സമർപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ആ നിലക്ക് കുഞ്ഞില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ നിരന്തരമായി നിർവഹിക്കേണ്ട കാര്യവും നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യവും കേവലം ഒരു കുഞ്ഞിനെ മാത്രമല്ല, സ്വാലിഹായ ഒരു സന്താനത്തെ, ത്വയ്യിബത്തായ ഒരു സന്താനത്തെ, ആ നിലക്ക് സച്ചരിതനായ, വിശുദ്ധനായ, ഉത്തമനായ ഒരു കുട്ടിയെ ലഭിക്കണമേ എന്ന ആഗ്രഹം, തേട്ടം, പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് നമ്മുടെ ആ തേട്ടം തന്നെ അവിടെ നിന്ന് ആരംഭിക്കണം. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശ്യം ആ കുഞ്ഞിനെ ലഭിക്കുന്നത് സ്വാലിഹായ ഒരു കുഞ്ഞായിരിക്കണം എന്നുള്ള തേട്ടമാണ്. ഇത് ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതികരണവും വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹിമിലെ 39-ാമത്തെ വചനം അള്ളാഹു നമ്മളോട് പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ കാര്യം ഓർമ്മിക്കുന്നത്, അൽഹംദുലില്ലാഹില്ലദീ വഹബിലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉദ് ദുആ. അള്ളാഹുവിന് സർവസ്തുതിയും, അൽഹംദുലില്ലാഹ്. എന്നിട്ട് അദ്ദേഹം അനുസ്മരിക്കുന്ന കാര്യം എന്താണ്? വാർദ്ധക്യകാലത്ത്, പ്രായമേറെ ചെന്ന സന്ദർഭത്തിൽ എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും പ്രദാനം ചെയ്തിരിക്കുന്ന നാഥ, നിനക്ക് സർവസ്തുതിയും. നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയുന്നു, ഇന്ന റബ്ബി ലസമീഉദ് ദുആ, തീർച്ചയായും എൻ്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ സമൂഹത്തിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വർഷങ്ങൾ കടന്നുപോയി കുട്ടി ജനിക്കാതെ വന്നാൽ ആളുകൾ എവിടെയാണ്? മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളുടെ ശവകുടീരങ്ങളിലാണ്, ജാറങ്ങളിലാണ്, അവരുടെ മക്കാമുകളിലാണ്. ആ കബറിന് സമീപം ചെന്നുകൊണ്ട് പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളുമായി തലകുനിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോലും സന്നദ്ധമാകുന്ന മനസ്സുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം, ഒരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ കുഞ്ഞ് ലഭ്യമാകാൻ, ആ കുഞ്ഞ് സ്വാലിഹായിരിക്കാൻ, നല്ല കുഞ്ഞിനെ ലഭിക്കാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു കുഞ്ഞിനെ ലഭിച്ചാൽ ആരോടാണ് നമ്മൾ നന്ദി കാണിക്കേണ്ടത്? നമ്മുടെ സമൂഹത്തിൽ നമുക്കിന്ന് കാണാൻ സാധിക്കുന്ന എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വളരെ കാലം കുട്ടിയില്ലാതെ പ്രാർത്ഥനകൾക്ക് ശേഷം കുട്ടിയെ ലഭിച്ചാൽ മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളുടെ കബറിടങ്ങളിൽ ചെന്നുകൊണ്ട് അതിന് സ്തുതി അർപ്പിക്കുകയും അതിന് നന്ദി പറയുകയും അവിടെ നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് മുസ്ലിം സമൂഹം പോലുമുള്ളത്. ഇവിടെ ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. പ്രായമേറെ ചെന്ന സന്ദർഭത്തിൽ എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും നൽകിയ നാഥ, നിനക്ക് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ, അവനെ സ്തോത്രകീർത്തനം ചെയ്യാൻ, അവനെ പ്രവേശിക്കാൻ, അവനോട് നന്ദി കാണിക്കാൻ തയ്യാറാവുന്ന ചരിത്രമാണ് നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ നന്ദിയുടെ ചരിത്രം കൂടി നമ്മൾ ഓർമ്മിക്കുക എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ കുട്ടികളുമായി ഇടപഴകുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ മകനെ വിളിക്കുന്ന വാക്യം നമുക്ക് കാണാൻ സാധിക്കും. യാ ബുനയ്യ ഖാല യാ ബുനയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്നി അറാ ഫിൽ മനാം എന്നൊക്കെ പറയുന്നിടത്ത് സ്നേഹത്തോടു കൂടി മകനെ വിളിക്കുന്ന ആ പദപ്രയോഗം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മാത്രമല്ല, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം യൂസുഫ് എന്ന സ്വന്തം മകനെ വിളിക്കുന്ന വിളി സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാൻ സാധിക്കും. യാ ബുനയ്യ ലാ തഖ്സുസ് റുഅ്യ, എൻ്റെ കുഞ്ഞുമോനെ എന്നും.
അങ്ങേയറ്റം സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കാരുണ്യത്തോടെ ആ കുഞ്ഞിനോടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള അഭിസംബോധന വാക്കാണ് യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ യാ ബുനയ്യ. നമ്മുടെ പ്രാദേശിക ഭാഷയിൽ ഓരോ നാട്ടിലും ഓരോ തരത്തിൽ എത്രയും സ്നേഹത്തോടെ നമ്മുടെ മക്കൾ വിളിക്കാൻ നമ്മൾ എന്ത് പ്രയോഗിക്കുന്നുവോ ആ വാക്കാണിൻ്റെ സ്ഥാനത്താണ് യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ എന്നുള്ള വിളി. അപ്പോൾ ആ അഭിസംബോധന എത്ര ശ്രദ്ധേയമാകുന്നു എന്ന് നമ്മൾ പരിശോധിക്കുക. നൂഹ് നബി അലൈഹിസ്സലാം അവിടെ ജലപ്രളയം ഉണ്ടായി, കപ്പലിൽ കയറി രക്ഷപ്പെടുന്നു. മകൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. ആ ധിക്കാരിയായ മകനെ പോലും നൂഹ് നബി അലൈഹിസ്സലാം വിളിക്കുന്ന വിളി എന്താണ്? യാ വനാദാ നൂഹ് ബിനഹു. എന്താ അദ്ദേഹം വിളിച്ചു പറയുന്നത്? വഖാന ഫീ മഅ്സലിൻ യാ ബുനയ്യ ഇർകബ് മഅനാ. അങ്ങ് അകലെ നിൽക്കുന്ന മകനെ, ദൂരെ നിൽക്കുന്ന മകനെ, തൻ്റെ വിശ്വാസം സ്വീകരിക്കാൻ സന്നദ്ധമാകാതെ ജലപ്രളയത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന മകനെ, അവനെ പോലും ആ സന്ദർഭത്തിൽ മകനെ വിളിക്കുന്ന പ്രയോഗം യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ എന്ന് സ്നേഹത്തോടും വാത്സല്യത്തോടു കൂടിയാണ് നൂഹ് നബി അലൈഹി സ്വലാം വിളിക്കുന്നത്. ഒരു ബാപ്പ സ്വന്തം മകന് നൽകുന്ന ഉപദേശം പ്രതീകാത്മകമായി വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ലുഖ്മാനിലൂടെ. അവിടെ ലുഖ്മാൻ സ്വന്തം മകനെ വിളിക്കുന്ന വിളി വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. യാ ബുനയ്യ, യാ ബുനയ്യ എന്നുള്ള പദപ്രയോഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ നമ്മുടെ മക്കളോടുള്ള വിളി പോലും അഭിസംബോധന പോലും വളരെ അർത്ഥവത്തായിരിക്കണം, സ്നേഹം മുറ്റി നിൽക്കുന്നതായിരിക്കണം, വാത്സല്യം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കണം, കാരുണ്യത്തിൻ്റെ സ്വഭാവത്തിലുള്ളതായിരിക്കണം. നമ്മുടെ വിളി കേട്ടാൽ അവർ ഓടി നമ്മുടെ മടിത്തട്ടിലെത്താൻ സാധിക്കുന്ന രൂപത്തിലുള്ള സ്നേഹസമ്പന്നമായിരിക്കുന്ന മനസ്സിൻ്റെ അഗാധ തലങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ആ അഭിസംബോധനയുടെ വാക്കായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്നതാണ് നമുക്കവിടെ മനസ്സിലാക്കാനുള്ള പാഠം. തിരിച്ചങ്ങോട്ടും നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാകാത്ത സ്വന്തം പിതാവിനെ സൂറത്ത് മറിയമിൽ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ പരാമർശിക്കുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. യാ അബത്തി, യാ അബത്തി, യാ അബത്തി എന്ന്, എൻ്റെ വന്യനായ ഉപ്പ, എൻ്റെ വന്യനായ ഉപ്പ എന്ന് 4 ആയത്തുകളിൽ വീണ്ടും 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 ഇബ്രാഹിം നബി സ്വന്തം ബാപ്പയെ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗവും ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്യുന്നിടത്ത് പോലും സ്വീകരിക്കേണ്ട പദപ്രയോഗം പോലും ശ്രദ്ധേയമായിരിക്കണം എന്നതാണ്. ആ വിളിയിൽ തന്നെ വലിയ ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്ന വിവിധ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 128-ാമത്തെ വചനം, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അവിടെ അള്ളാഹു ഉദ്ധരിക്കുന്നു. നോക്കിക്കളാം. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. ഞങ്ങളുടെ നാഥ, നിനക്ക് കീഴ്പ്പെടുന്നവരാക്കണമേ, ഞങ്ങളെ നിനക്ക് കീഴ്പ്പെടുന്നവരാക്കണം. വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. ഞങ്ങളുടെ പിൻതലമുറയിൽ നിന്ന് ഒരു മുസ്ലിമത്തായ, നിനക്ക് കീഴ്പ്പെടുന്ന മുസ്ലിംകളായ ഒരു ഉമ്മത്ത്, ഒരു സമൂഹം ഉണ്ടാകണമേ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു ആശയം, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ പിൻതലമുറ നമ്മുടെ ആദർശമുള്ളവരായിരിക്കണമെന്ന്, ആ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ സമൂഹമായിരിക്കണമെന്ന് ആ ആഗ്രഹം, ആ പ്രതീക്ഷയോടുകൂടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ മുസ്ലിംകളാക്കണമേ എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നവരാക്കണമേ എന്ന് പറയുമ്പോൾ വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്നും നിനക്ക് കീഴ്പ്പെടുന്ന ഒരു ഉമ്മത്തുണ്ടാകണമേ എന്ന പ്രാർത്ഥനയാണ്. വീണ്ടും പറയുന്നു, അരിനാ മനാസികന, ഞങ്ങൾക്ക് ആരാധനാ കർമ്മങ്ങൾ നീ കാണിച്ചു തരണം. വതുബ് അലൈന, ഞങ്ങൾക്ക് നീ പുറത്തു തരണം. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ പുറത്തു കൊടുക്കുന്നവനാണ്, കരുണാനിധിയാണ്. വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് ദൂതന്മാരെ, പ്രവാചകന്മാരെ നിയോഗിക്കണമേ. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നോക്കൂ. നമ്മൾ അള്ളാഹുവിനെ കീഴ്പ്പെടുന്ന മുസ്ലിങ്ങളായിരിക്കണം, അങ്ങനെയുള്ള ഒരു ഉമ്മത്തായിരിക്കണം എന്ന് മാത്രമല്ല, ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന, അവർക്ക് കൃത്യമായ ദിശാബോധം നൽകുന്ന, വീണ്ടും എൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്ന, ആ ദൗത്യം ഏറ്റെടുക്കാൻ സന്നദ്ധമായിരിക്കുന്ന പ്രവാചകന്മാരുടെ ഒരു പിൻതലമുറ എനിക്ക് ശേഷം ഉണ്ടാകണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നോക്കൂ, കുട്ടികളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എന്താ? കേവലം ഒരു കുഞ്ഞ് ജനിക്കണം എന്നതല്ല, ആ കുഞ്ഞ് ആരാകണം, ആ കുഞ്ഞ് എങ്ങനെയാകണം എന്ന വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ, അദ്ദേഹത്തിൻ്റെ തേട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പിൻതലമുറ ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയുള്ള റസൂലുകളായിരിക്കണം? ഫീഹിം റസൂലൻ മിൻഹും
യത്ലു അലൈഹിം ആയാത്തിക, നിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന, നിന്റെ ദൃഷ്ടാന്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥവും മറ്റ് വിജ്ഞാനങ്ങളും പകർന്നു കൊടുക്കുന്ന, വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുന്ന, ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ വളരെ പ്രതാപവാനാണ്, യുക്തിമാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ആലോചിച്ചു എങ്ങനെയുള്ള പ്രവാചകന്മാരാകണം എന്ന് പോലും അദ്ദേഹം കൃത്യമായി സമർപ്പിക്കുകയാണ്. അവസാനം നമുക്ക് കാണാൻ സാധിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തിൻ്റെ നിയോഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമയിൽ പരാമർശിക്കുന്നിടത്ത് ഇബ്രാഹിം നബിയുടെ ഈ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന പദങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത നിരക്ഷരായ ഒരു സമൂഹത്തിലേക്ക് പ്രവാചകൻ നിയോഗിക്കപ്പെട്ടു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഊതിക്കൊടുത്തു, വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുത്തു, തത്വജ്ഞാനം പകർന്നു കൊടുത്തു, അവർ സംസ്കരിച്ചു. നോക്കൂ, നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയും അന്ത്യപ്രവാചകന്റെ നിയോഗവും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ വായിക്കുക. ആ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ സ്വീകാര്യതയുമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. അള്ളാഹു പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അവൻ ഉത്തരം ചെയ്യുന്നവനാണ്. ഈ പ്രതീക്ഷ നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? നമ്മുടെ കുട്ടി ഡോക്ടറാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മുടെ കുട്ടി എഞ്ചിനീയർ ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മുടെ കുട്ടി IAS കാരനും IPS കാരനും സിവിൽ ഉദ്യോഗസ്ഥരും അതിനേക്കാളേറെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവരും ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ മകൻ മതപണ്ഡിതനാകണമേ എന്ന് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാനുള്ള മനസ്സെങ്കിലും നമുക്കുണ്ടായിട്ടുണ്ടോ? ആ ഒരു ചിന്ത. കുട്ടിക്ക് വർഷങ്ങളോളം എൻട്രൻസ് കോച്ചിങ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് ട്യൂഷൻ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അവന് മറ്റ് ക്ലാസ്സുകളും വേണ്ട കോച്ചിങ്ങും ഒക്കെ കൊടുത്തുകൊണ്ട് അവനെ ആ രംഗത്ത് മത്സര പരീക്ഷയിൽ വിജയിപ്പിക്കാൻ നമ്മൾ നിരന്തരമായ ശ്രമങ്ങൾ നടത്താറ്. എന്നാൽ മദ്രസയിലെ പൊതുപരീക്ഷയ്ക്ക് ആവശ്യമായ ഒരു കോച്ചിങ് പോയിട്ട് മദ്രസയിലേക്ക് കൃത്യമായ സമയത്ത് പറഞ്ഞയക്കാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. മദ്രസയിൽ വന്നിരിക്കുന്ന കുട്ടി സ്കൂളിലേക്ക് വരുന്ന ആ സ്കൂൾ ബസ്സിൻ്റെ ഓണടി ശബ്ദമാണ് കാതോർക്കുന്നത്. അവൻ്റെ മനസ്സിൽ അതാ ഉള്ളത്. സ്കൂൾ ബസ്സിൻ്റെ ഹോണടിക്കുന്നുണ്ടോ? മദ്രസയിലെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുവാൻ അവൻ്റെ മൈൻഡ് എവിടെയല്ല, അവൻ്റെ മനസ്സ് ക്ലാസ് റൂമിലല്ല, മദ്രസയിലെ അകത്തളങ്ങളിലല്ല, മറിച്ച് സ്കൂൾ ബസ്സിൻ്റെ ഹോണടിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ എവിടെ നിൽക്കുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എൻ്റെ മകൻ ഒരു പണ്ഡിതനാകണം, എൻ്റെ മകൻ ഒരു യഥാർത്ഥ മുത്തഖിയാകണം, ഒരു മതപ്രബോധകനാകണം. നമ്മുടെ കുട്ടികളെ നമ്മൾ ഏതെങ്കിലും ദീനിയായ ദഅവാ പ്രവർത്തനങ്ങൾക്ക് വിളിച്ചു നോക്കൂ. നമ്മൾ എന്താ പറയുക? അവൻ SSLC ആണ്, അവൻ +2 ആണ്, അവൻ പരീക്ഷയാണ്, അവന് സമയമില്ല, ഒന്നിനും അവന് സമയമില്ല. ഈ വെക്കേഷൻ കാലത്തെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയോ നമ്മുടെ കുട്ടികൾക്ക് ഒരു വെക്കേഷൻ ക്ലാസ് ഫലപ്രദമായി സംഘടിപ്പിക്കാൻ? നമ്മൾ പള്ളി കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നു, സംഘടനാ യോഗങ്ങൾ ചർച്ച ചെയ്യുന്നു. ഈ വെക്കേഷനിൽ ഒരാഴ്ചക്കാലമെങ്കിലും നമ്മുടെ കുട്ടികളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ എന്ത് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തി? നമ്മൾ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടതില്ലേ? അങ്ങനെയുള്ള സംവിധാനങ്ങളോട് എൻ്റെയും നിങ്ങളുടെയും കുട്ടികളുടെ പ്രതികരണം എന്താണ്? അത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത്തരം മോറൽ ക്ലാസ്സുകളിലേക്കും മോറൽ സ്കൂളുകളിലേക്കും നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കാൻ നമ്മൾ തയ്യാറാണ്. അതിന് 500 രൂപ ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നാട്ടിലില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ല. എൻട്രൻസ് കോച്ചിങ്ങിന് ലക്ഷങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധിയും നമുക്ക് ബാധകവുമല്ല. എവിടെ നിൽക്കുന്നു സഹോദരങ്ങളെ? നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമാണ് നമ്മൾ അനാവരണം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഏതുവരെ ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇത് കാല ഇബ്രാഹിം, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. അവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളിലും നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ആ നാടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കും, ആ നാട്ടുകാർക്ക് ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇതോടൊപ്പം തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കും. നോക്കൂ, നമ്മൾ ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ഇബ്രാഹിം നിന്നെ ലോകജനതയുടെ നേതാവാക്കിയിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാം മാനവ സമൂഹത്തിന്റെ ഇമാമായി. ഉടനെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആഗ്രഹം എന്താണ്? ഞാൻ വലിയ ഇമാമായി, ഞാൻ വലിയ നേതാവായി, ലോകജനതയുടെ മാതൃകാ പുരുഷനായി. ഉടനെ അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ചിന്ത ഖുർആൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ഖാല വമിൻ ദുരിയ്യതി. അദ്ദേഹം ഉടനെ പറഞ്ഞു, പഠിച്ചോനെ, നിന്റെ മോനെ
എൻ്റെ മക്കളെയും ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന കെൽപ്പുള്ളവരാക്കി മാറ്റണമേ എന്ന് ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നാളെ ഈ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകണം എൻ്റെ മകനെന്ന്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആണെങ്കിൽ നമ്മൾ ആലോചിക്കും, മന്ത്രിയുടെ മകനാണെങ്കിൽ മന്ത്രിയാകണമെന്ന് ആലോചിക്കും. ദീനീ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വമുള്ള ആൾക്ക് തോന്നിയോ എൻ്റെ മകൻ ഈ ദീനീ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണമെന്ന്? അള്ളാഹു അതിന് ഉടനെ മറുപടിയും നൽകി. അള്ളാഹു എന്താ പറഞ്ഞത്? ഇബ്രാഹിം, നിന്റെ പ്രാർത്ഥനയ്ക്ക് കുഴപ്പമില്ല, പക്ഷെ കരാറുണ്ട്. എന്താണ് ആ കരാർ? നിന്റെ മകനായതുകൊണ്ട് മാത്രം ഉണ്ടാവില്ല, ആ മകനും മതബോധമുള്ളവനാകണം. അക്രമകാരികൾക്ക് ഈ കരാർ ബാധകമല്ല. അതാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പാരമ്പര്യം കൊണ്ട് മാത്രം മതപരമായ നേതൃത്വം ലഭിക്കില്ല. മതജീവിതത്തിലൂടെയാണോ, മതബോധത്തിലൂടെയാണോ, മതനിഷ്ഠയിലൂടെയാണോ ആ ബോധം ഉണ്ടാകുന്നത് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ നിലയ്ക്ക് വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് മക്കളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ പുതുതലമുറ പേച്ചുപോയി എന്ന് കൈവളർത്തുന്നു, ന്യൂജൻ എന്താകും എന്ന് ആശങ്കപ്പെടുന്നു. നമ്മൾ എന്ത് ഡ്യൂട്ടി നിർവഹിച്ചു? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നോക്കൂ, നമ്മൾ സൂറത്ത് ഇബ്രാഹിമിൽ ഒരുപാട് വചനങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നൽകിയിരിക്കുന്ന സാരോപദേശങ്ങൾ സ്വന്തം മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്ന എന്താണ്? വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി പറഞ്ഞു, ഈ നാട് സുരക്ഷിതമായിരിക്കും, സമാധാനം ഉണ്ടാകും. വളരെ അർത്ഥവത്താണ്. ഇന്ന് എല്ലായിടത്തും ആവശ്യമുള്ള സംഗതിയാണ്. ലോക സമാധാനമാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ഇബ്രാഹിം നബി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാടിന്റെ ശാന്തിക്ക് വേണ്ടി, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി, നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് സമാധാനം നിലനിൽക്കാൻ വേണ്ടി. എന്നിട്ട് അദ്ദേഹം പറയുന്ന എന്താ? വജ്നുബിനി വബനിയ, എന്നെയും എൻ്റെ സന്താനങ്ങളെയും അൻ നഅബുദൽ അസ്നാം, ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റണമേ. അപ്പോൾ ശിർക്കിൽ നിന്നുള്ള മോചനമായിരിക്കണം ഉണ്ടാകേണ്ടത്. അപ്പോൾ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്ന മക്കളാകണമേ എന്നുള്ള തേട്ടമാണ് അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, തൻ്റെ പിഞ്ചോമന മകനെയും തൻ്റെ പ്രിയപ്പെട്ട പ്രിയതനെയും ആരുമില്ലാത്ത, വെള്ളമില്ലാത്ത, ആൾപ്പാർപ്പില്ലാത്ത, കൃഷിയില്ലാത്ത വിജനമായ പ്രദേശത്ത് വിട്ടേച്ചു പോയപ്പോൾ, റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, പടച്ച തമ്പുരാനെ, ഞാൻ എൻ്റെ സന്താനങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത് ചെടിയും വെള്ളവും കൃഷിയും ഒന്നുമില്ലാത്ത, ആളുകളില്ലാത്ത, വിജനമായിരിക്കുന്ന ഒരു പ്രദേശത്ത്, എന്നാൽ നിന്റെ പവിത്രമായ ഭവനത്തിന് സമീപമാണ്. അവിടെ വിട്ടേച്ചു കൊണ്ട് പോരുകയാണ് നാഥ. നീ എന്ത് വേണം? എന്തിനു വേണ്ടി അവിടെ കൊണ്ടുപോയി വിട്ടത്? എന്തിനാ? റബ്ബനാ ലിയുഖീമുസ്സലാത്ത്, അവർ നമസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടി. അതിനാ വിജനമായ സ്ഥലത്ത്, വെള്ളമില്ലാത്ത സ്ഥലത്ത്, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത്, കൃഷിയില്ലാത്ത സ്ഥലത്ത് നിന്റെ ഭവനത്തിന് സമീപം എൻ്റെ മക്കളെ കൊണ്ടുപോയി ആക്കിയത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കൾ ഒരു ദീനീ സ്ഥാപനത്തിൽ ചേർത്ത് ഒരാഴ്ച പോകുമ്പം കുട്ടിക്ക് ഹോം സിക്നെസ്സാണ്, അതിനോട് നിൽക്കാൻ കഴിയില്ല. ഒരു ഇഫ്ള് ക്ലാസ് കൊണ്ടുപോയി പഠിപ്പിച്ചു നോക്കും നമ്മൾ, പിറ്റേന്ന് അവന് മാനസിക തകരാറാണ്, അവിടെ നിൽക്കാൻ കഴിയില്ല. അതേസമയത്ത് ഭൗതികമായ കാര്യത്തിന് വേണ്ടി എത്രയോ കിലോമീറ്റർ അപ്പുറം നിങ്ങൾ കൊണ്ടുപോയിട്ടോ, ചൈനയിൽ കൊണ്ടുപോയി ചേർത്തോ, റഷ്യയിൽ കൊണ്ടുപോയി ചേർത്തോ, UK കൊണ്ടുപോയി ചേർത്തോ, ഒരു പ്രശ്നമില്ല, ഒരു ഹോം സിക്നെസ് ഇല്ല. ഉണ്ടോ? എവിടെയാ പ്രശ്നം? മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത്. വളരെ കൃത്യമായി തന്നെ ആ ഒരു മാറ്റം നമുക്ക് അവിടെ ദർശിക്കാൻ സാധിക്കും. എൻ്റെ മകനെ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി ആ വിജനമായ പ്രദേശത്ത് വിട്ടേച്ചു പോരുന്നു. എന്നിട്ട് വീണ്ടും പറയുന്നു, പടച്ച തമ്പുരാനെ, ആളുകളുടെ മനസ്സങ്ങോട്ട് നീ ഇണക്കണം. ഇപ്പം ആളൊന്നുമില്ല, നാളെ ആള് വരണം. അവിടെ വെള്ളമുണ്ടാകണം, അവിടെ കൃഷി ഉണ്ടാകണം, അവിടെ ആൾപ്പാർക്കുണ്ടാകണം. ജനങ്ങളുടെ മനസ്സ് അവരോട് ചായവുള്ളതായി തീരണമേ നാഥ എന്ന് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ആ കുട്ടികളുടെ സുരക്ഷിതത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവർ പറഞ്ഞു. വർഷപ്പും മിനസ്സമറാത്ത്, പോരാ പടച്ചോനെ, നീ അവർക്ക് ഭക്ഷണം കൊടുക്കണം. നമുക്ക് നമ്മൾ ഒന്നും ഇബ്രാഹിം നബി വിട്ടുപോയില്ല. മക്കൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, അവർക്ക് ഭക്ഷണം ഉണ്ടാകണം. വർഷപ്പും മിനസ്സമറാത്ത്, കായ്കനികളിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകണം. ലഅല്ലഹും യശ്കുറൂൻ, അവർ നിന്നോട് നന്ദി കാണിച്ചേക്കാം പടച്ച തമ്പുരാനെ. ഇത് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് എന്താണ്?
വീണ്ടും പറയുന്നു, റബ്ബിജ്അൽനീ മുഖീമസ്സലാത്ത് വമിൻ ദുർരിയ്യത്തി, എന്നെയും എൻ്റെ സന്താനങ്ങളെയും നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ. റബ്ബനാ വതഖബ്ബൽ ദുആ, നാഥാ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ അടുത്ത തേട്ടം. ഇവിടെ നമ്മളാലോചിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, 7 വയസ്സായ മക്കളെ നമസ്കരിക്കാൻ വേണ്ടി ഉപദേശിക്കണം. 10 വയസ്സായിട്ടും നമസ്കരിക്കാത്ത കുട്ടിയെ ശിക്ഷണം എന്ന നിലയ്ക്ക് അടിക്കുക പോലും ചെയ്യാൻ അനുവാദമില്ല. അങ്ങേയറ്റം കാരുണ്യത്തോടുകൂടി കുട്ടികളോട് പെരുമാറുന്ന പ്രവാചകൻ ദീർഘനേരം ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി കൈകെട്ടി നമസ്കാരം ആരംഭിക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ ദൈർഘ്യം കുറച്ചുകൊണ്ട് നമസ്കാരം എളുപ്പമാക്കിയിരുന്ന പ്രവാചകൻ, അത്രയധികം കുട്ടികളെ സ്നേഹിച്ച പ്രവാചകൻ. പക്ഷേ 10 വയസ്സായിട്ട് നമസ്കരിക്കാൻ മടി കാണിക്കുന്ന മക്കളെ അടിക്കാൻ പോലും അനുവാദം നൽകി. ശിക്ഷണം ആവശ്യമുള്ളിടത്ത് വേണ്ട രൂപത്തിലുള്ള ശിക്ഷണം നൽകണമെന്ന് പഠിക്കും. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് മക്കളെ അടിച്ച് 10 വയസ്സൊന്നും ഉണ്ടാവില്ല, 2 വയസ്സുള്ള മക്കൾക്ക് നമ്മളോട് അടിയിട്ടിണ്ടാവും. എന്തിനായിട്ട് നമ്മൾ അടിച്ചത്? നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഇന്ന് വരെ അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാവില്ല. നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ സ്നേഹപൂർവ്വം പറഞ്ഞ അനുഭവങ്ങൾ നമുക്കുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന അവരെ നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ എന്നാണ്. റബ്ബിജ്അൽനീ മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യത്തി, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ എന്നുള്ള തേട്ടമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കൂ, ചെറിയ സൂറയിൽ നമുക്ക് സുപരിതമാണ്, فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ الَّذِي أَطْعَمَهُم مِّن جُوعٍ وَآمَنَهُم مِّنْ خَوْفٍ. അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഭവനത്തിന്റെ നാഥനെ നിങ്ങൾ ആരാധിക്കുക, പരിശുദ്ധ കഅബ മന്ദിരത്തിന്റെ നാഥനെ നിങ്ങൾ ആരാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു കാര്യം എന്താണ്? അല്ലദീ അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്. എന്താ പറഞ്ഞത്? അവർക്ക് നാം ഭക്ഷണം കൊടുക്കുകയും അവർക്ക് നാം നിർഭയത്വം നൽകുകയും ചെയ്തു. ഭക്ഷണം കൊടുക്കുകയും നിർഭയത്വം നൽകുകയും ചെയ്ത നാഥനെ നിങ്ങൾ ആരാധിക്കുക. സൂറത്ത് ഖുറൈശിൽ നമ്മളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാവുന്ന ചെറിയ സൂറയിലെ ചെറിയ അധ്യായത്തിലെ വചനങ്ങളാണ്. ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര അർത്ഥവത്താണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ കാരുണ്യവും. അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കാൻ ഇത് കാരണമായി തീർന്നതാണ്. സുരക്ഷിതത്വം ഉണ്ടാവുക, ഭക്ഷണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം അനശ്വരമായ ജീവിതത്തിൻ്റെ ശാശ്വതമായ വിജയം നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ് ഇവിടെ എല്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കൂ, ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയെ സംബന്ധിച്ചൊക്കെ പരാമർശിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് ഹദറ യാക്കൂബ് അൽ മൗത്ത്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മരണമാസന്നമായ സമയത്ത് നടത്തിയിരിക്കുന്ന പ്രാർത്ഥന, ആ വസിയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. യാക്കൂബ് നബി, നിങ്ങൾ അവിടെ ഹാജരുണ്ടായി നാം കുൻതും ശുഹദാ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തൻ്റെ മക്കളോട് വസിയ്യത്ത് നൽകിയിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ഹാജരുണ്ടായിരുന്നു. എന്താണ്? മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ എൻ്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? ഇപ്പോൾ നമ്മളൊപ്പമുണ്ട്, നമ്മുടെ ആദർശത്തിലുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കണം, ഇസ്ലാമി പ്രസ്ഥാനത്തിന് പോലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപജയം എന്താ? തലമുറകൾ കടന്നു പോകുമ്പോൾ തൗഹീദിന്റെ മാർഗത്തിൽ വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പൂർവികന്മാർ മനസ്സിലാക്കിയ നേരെ ചൊവ്വയുള്ള തൗഹീദ് പുതിയ തലമുറക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദർശത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകാനുള്ള ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുമ്പോൾ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ജാഗ്രത പുലർത്തേണ്ട കാര്യമാണ് അവിടെയൊക്കെ. മക്കളെ, എൻ്റെ കാലശേഷം തലമുറകൾ പിന്നിട്ടു പോകുമ്പോൾ നിങ്ങളെ എന്തിനാണ് ആരാധിക്കുക? ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ്. ആ യാക്കൂബ് നബിയുടെ മക്കൾ പറയുന്നു, ഉപ്പ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ പൂർവ്വപിതാക്കളായ ഇബ്രാഹിമിൻ്റെ ഇസ്മായിലിൻ്റെ എല്ലാം യഥാർത്ഥ റബ്ബിനെ തന്നെയായിരിക്കും ഞങ്ങൾ ആരാധിക്കുക. സഹോദരങ്ങൾ, എന്തൊരു മനസ്സമാധാനം, എന്തൊരു മനസ്സമാധാനം. എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട മനസ്സമാധാനം അതാണ്. നമ്മുടെ കാലശേഷവും നമ്മുടെ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുവഹിദുകളായ മക്കൾ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
Alhamdulillah Rabbil Alamin. Wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. Ayyuhal ikhwan wal akhwat, usikum wa iyyakum bittaqwallah. Qala Allah Ta'ala fi Qur'anil Karim, a'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Ulaika alladhina an'ama Allahu 'alaihim minan nabiyyin min dhurriyyati Adam wa mimman hamalna ma'a Nuhin wa min dhurriyyati Ibrahim wa Israil. وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അവർ സ്വാലിഹ്യങ്ങളായിരിക്കാൻ, അവർ മുവഹിദുകളായിരിക്കാൻ, അവർ ആദർശമുള്ളവരാകാൻ നിരന്തരമായി നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിജയത്തിൽ. ആ പ്രാർത്ഥനകൾക്കെല്ലാം അള്ളാഹു ചെയ്തു കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സൂറത്തു മറിയമിലെ 58-ാമത്തെ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നു. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. മിനൻ നബിയ്യീന, പ്രവാചകന്മാരിൽ നിന്ന്. മിൻ ദുർരിയ്യത്തി ആദം, ആദം സന്തതികളെ. എന്നിട്ട് അള്ളാഹു വിശദീകരിക്കുകയാണ്. ആദം സന്തതികളിൽ എല്ലാവരും പെടും. പക്ഷെ പ്രത്യേകം എടുത്തു പറയാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വഹമല്ല വമിമ്മൻ ഹമല്ല മാനു, നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തപ്പെട്ട ആദർശ സമൂഹം. വമിൻ ദുർരിയ്യത്തി ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ സന്തതി പരമ്പരകൾ. വ ഇസ്രായേൽ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്തതി പരമ്പരകൾ. വമിമ്മൻ ഹദൈന വജിത്തബൈന, അവർക്ക് നാം മാർഗദർശനം നൽകി, അവരെ നാം പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇദാ തുത്ലാ അലൈഹിം ആയാത്തുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കപ്പെടുമ്പോൾ ഹർറൂ സുജ്ജദൻ വബുകിയ്യ, തിലാവത്തിന്റെ സുജൂദ് സുന്നത്താക്കപ്പെട്ടിരിക്കുന്ന ഒരായത്താണ്. അവിടെ അള്ളാഹു പരാമർശിച്ച് നോക്കൂ. നമ്മൾ അള്ളാഹു ഇബ്രാഹിം സന്തതികളെയും ഇസ്രായേലിയരെയും അതുപോലെ അങ്ങനെയുള്ള ആളുകളെയും ഒക്കെ അനുഗ്രഹിച്ചതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു, അവർക്ക് അള്ളാഹു മാർഗദർശനം നൽകുകയും അവരെ പ്രത്യേകം അള്ളാഹു തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്ന ആളുകളുടെ പ്രത്യേകത, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കപ്പെടുമ്പോൾ അവർ സാഷ്ടാംഗം വീഴുകയാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുന്ന. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇബ്രാഹിം നബി നടത്തിയ, പ്രവാചകന്മാർ നടത്തിയ അതേ ശ്രമം നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരുന്നാൽ നമുക്കുണ്ടാകുന്ന അനുഗ്രഹീതമായിരിക്കുന്ന സന്ദർഭമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നമ്മൾ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ ഒരു നിർണായകമായ ഘട്ടം, ഏറ്റവും വൈകാരികമായ സന്ദർഭം, തൻ്റെ വളരെക്കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം തനിക്ക് ലഭിച്ചിരിക്കുന്ന അരുമക്കുഞ്ഞിനെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ബലിയർപ്പിക്കണം എന്നുള്ള കൽപ്പനയാണ്. ഞാൻ ആ ചരിത്രം പരാമർശിക്കുകയില്ല. ഇബ്രാഹിം നബിയുടെ നേരത്തെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ തേറ്റവും എങ്ങനെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്താണോ അദ്ദേഹം സ്വന്തം മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ആ അരുമക്കുഞ്ഞ് വളർന്നു, തന്നോടൊപ്പം അധ്വാനിക്കാൻ പ്രായമായി, തന്നോടൊപ്പം പ്രയത്നിക്കാൻ സമയമായി. ഒരു പാപ്പയും മകനും തമ്മിൽ ഏറ്റവും അധികം സുഹൃത്ത് ബന്ധമുണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. ചെറിയ മക്കളോട് ഏറ്റവും അധികം സ്നേഹം ഉമ്മമാർക്കുണ്ടാവുക. പാപ്പന്മാരെ ഏറ്റവും അധികം മക്കളുമായി ബന്ധപ്പെട്ട് അവർ നമ്മളോടൊപ്പം നടക്കാൻ, നമ്മളോടൊപ്പം കളിക്കാൻ, നമ്മളോടൊപ്പം പങ്കുചേരാൻ, നമ്മളോടൊപ്പം പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ, അങ്ങനെ നമ്മളോടൊപ്പം ഒരു വളർന്നു വരുന്ന ആ ഒരു ഘട്ടത്തിൽ കൂടുതൽ സ്നേഹം ഒരു പാപ്പക്കുണ്ടാകും. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട്, മകനെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ, ഇവിടെയും ആ അഭിസംബോധന നമ്മൾ കാണണം, എൻ്റെ കുഞ്ഞുമോനെ എന്നോ. ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, മോനെ നിന്നെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ബലിയർപ്പിക്കണമെന്ന് ഞാനിതാ സ്വപ്നം കണ്ടിരിക്കുന്നു. എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായിരിക്കുന്നു. പ്രവാചകന്മാരുടെ സ്വപ്ന ദർശനം വഹിയുടെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ കൽപ്പന ഞാൻ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായിരിക്കും നമ്മുടെ അനുഭവം? ആ മകൻ എന്ത് പറയും? ആ മകൻ എങ്ങനെ പ്രതികരിക്കും? ബാപ്പ എന്നോടായി പറയുന്നെങ്കിൽ ചോദിക്കണ്ടേ? ഒന്നും വേണ്ട, മിണ്ടാതെ മുഖം ഒന്ന് ചുളിച്ച് നോക്കണ്ടേ ബാപ്പാന്റെ മുഖത്തേക്ക്? ആ നോട്ടം പോലും ഉണ്ടായില്ല. മാത്രമല്ല, വിനയാന്വിതനായി ചെരിഞ്ഞു കിടന്നുകൊണ്ട് ആ മകൻ പറയുന്ന വാക്ക് വിശുദ്ധ ഖുർആൻ എടുത്ത് ധരിക്കുന്നു. കാലയാ അബദ്ധി, എന്റെ വങ്ങനായ ഉപ്പ. അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്താണ്? എന്താണോ അള്ളാഹുവിന്റെ കൽപ്പന, അവന്റെ നിർദ്ദേശം എന്താണോ ആ പടച്ചതമ്പുരാന്റെ കൽപ്പന അങ്ങ് നിറവേറ്റിക്കൊള്ളുക. അങ്ങേയറ്റം ക്ഷമാലുക്കളുടെ കൂടെ താങ്കൾക്ക് എന്നെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട്
പുഞ്ചിരിച്ചുകൊണ്ട് ചെരിഞ്ഞു കിടന്നു കൊടുക്കുന്ന ആ കുഞ്ഞിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് നമ്മുടെ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ച തമ്പുരാനെ എനിക്ക് സ്വാലിഹായ കുഞ്ഞിനെ തരണമേ എന്ന് ഒരു കുഞ്ഞില്ലാത്ത കാലത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് 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 കണ്ണുനീരൊഴുക്കി അവസാനം ലഭിച്ചിരിക്കുന്ന കുഞ്ഞിനെ പോലും ബലിയർപ്പിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയുണ്ടാകുമ്പോൾ ആ മകന്റെ മനോഹരമായ പ്രതികരണമാണ്, വൈകാരികമായ നിമിഷത്തിലെ അനുഭവമാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത്. നാഥ, അള്ളാഹുവിൻ്റെ കൽപ്പനയെന്തോ അതങ്ങ് നടപ്പാക്കുക എന്ന ക്ഷമാലുക്കളുടെ കൂടെ കാണാൻ സാധിക്കും. ഈ ഒരു നിലവാരത്തിലേക്ക് എൻ്റെയും നിങ്ങളെയും മക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ ആലോചിക്കുക. അതിനുവേണ്ടിയായിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനം, അതിനുവേണ്ടിയായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിരിക്കുന്ന എല്ലാ പാകപ്പിഴവുകളും തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. ലോകത്ത് സമാധാനം നഷ്ടപ്പെടുന്ന യുദ്ധഭീഷണി പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്തരം എല്ലാ യുദ്ധങ്ങളിൽ നിന്നും മോചനം നൽകുകയും സമാധാനവും സ്വസ്ഥവുമായ ഒരു അന്തരീക്ഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിലനിൽക്കുവാൻ നാഥ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമ്മുടെ സഹപ്രവർത്തകൻ അസൈനാർക്കയുടെ ഭാര്യയുടെ മാതാവ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാണിയിൽ ഫാത്തിമ മരണപ്പെട്ട വിവരം നമുക്കറിയാം. അള്ളാഹു അവർക്ക് മഹഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുക്കളുമായ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചരിച്ചിൽ പള്ളിയിൽ ഓരോ ദിവസവും ജനാസ നമസ്കാരമില്ലാത്ത ദിവസമുണ്ടോ സംശയം. അങ്ങനെ മരണം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമുക്കാർക്കും ഉറക്കം തെളിയാറില്ല എന്നത് വേറൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക, നമ്മൾ ചിന്തിക്കുക. മരണങ്ങൾ നമ്മെ ബോധ്യപ്പെടുന്ന നാളെ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാനുള്ളതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ലൈക്കടിക്കുക എന്നതല്ലാതെ പടച്ചോനെ ഞാനും അങ്ങോട്ട് പോകാനുള്ളതാണെന്ന വികാരത്തിൽ ആരും ലൈക്കടിക്കാറില്ല. അത് നമ്മൾ സ്വാഭാവികമായിട്ട് വെള്ളമുണ്ട് അങ്ങനെ അടിച്ചു പോകുന്നതാണ്. ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിക്കൊണ്ട് ഇന്നാ ലില്ലാഹി, തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിങ്കിലേക്കുള്ളവരാണ് എന്ന ഓർമ്മയോടുകൂടി അത് ആത്മാർത്ഥമായി പറയാൻ, പ്രാർത്ഥിക്കാൻ, മനസ്സിൽ തട്ടിക്കൊണ്ട് ഓർമ്മിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അവർക്കെല്ലാം മഅഫിറത്തും മർഹമത്തും നൽകുകയും അവരെയും നമ്മയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم أحينا للكتاب والسنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. توفنا مسلمين والحقنا بالصالحين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.